ഈ കൊൽക്കത്തയിലെ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ മരണമല്ല കൊലപാതകം, ഒരുപാട് കഥകൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അതിന് നേർസാക്ഷിയായ അല്ലെങ്കിൽ ആ കോളേജിൽ നടന്ന എന്താണെന്ന് അവിടുത്തെ ഒരു സഹപ്രവർത്തക പറയുന്നതിന് വലിയ വാല്യമുണ്ട്, വലിയ മൂല്യമുണ്ട്. അത്തരമൊരു കഥ നമ്മൾ കേട്ടിട്ടില്ല. RG കാർ മെഡിക്കൽ കോളേജിൽ കൊല്ലപ്പെട്ട ഈ വിദ്യാർത്ഥിനിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ടുണ്ട്. രാമേന്ദ്രൻ സാർ കേട്ടോ? ആ വെളിപ്പെടുത്തൽ CBI ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ്. ഇത് അല്ല, CBIക്ക് കോപ്പി കിട്ടിയിട്ടുണ്ടാവും. അത് ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. റെസിഡന്റ് ഡോക്ടർ ശോമ മുഖർജി അവരുടെ സുഹൃത്ത് മഞ്ജുളയുമായി നടത്തിയ സംഭാഷണമാണ് ഫോണിൽ. അത് ഒറിജിനൽ ബംഗാളിയിലാണ് സംഭാഷണം. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓഡിയോ നിരുപമ ഡേ, ബംഗാളി തന്നെയാണ്. അവര് മാനുഷി എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം ഉണ്ടല്ലോ ഡൽഹിയിൽ നിന്നുള്ള, മാനുഷിക്ക് വേണ്ടി പരിഭാഷ ചെയ്ത ഇംഗ്ലീഷ് വേർഷനാണ് നമ്മൾ മലയാളത്തിലാക്കി, പെട്ടെന്ന് മലയാളത്തിലാക്കിയതാണ്. അത് ആ വിവരണം, അതായത് ഡോക്ടർ ശോമ മുഖർജിയുടെ വിവരണം എന്താണ് ശരിക്കും നടന്നത് എന്നുള്ളത് വായിക്കാം. ഇത് മഞ്ജുള ശോമയാണ്. ഇവിടെ ഡോക്ടർമാരെല്ലാവരും വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. OP ഒക്കെ ക്ലോസ്ഡ് ആണ്. ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. അത് അവിശ്വസനീയമാണ് ശരിക്കും. മെഡിക്കൽ കോളേജുകളിൽ ഇവിടെ ബംഗാളിൽ, പ്രത്യേകിച്ച് കൽക്കട്ടയിൽ, പ്രിൻസിപ്പല്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്മാർ എല്ലാവരും കുട്ടികളെ പാസ്സാക്കാനായിട്ട് പണം വാങ്ങാറുണ്ട്. ഈ കുട്ടികൾ, ഇൻറ്റേൺസ്, PG വിദ്യാർത്ഥികൾ, ആ കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് പഠിക്കാത്തവർ, ലെക്ചറൊക്കെ അറ്റൻഡ് ചെയ്യാത്തവരൊക്കെ തീസിസ് സമർപ്പിക്കാനായിട്ട്, തീസിസ് സമർപ്പിക്കാനായിട്ട് ഈ പ്രിൻസിപ്പലും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്മാരും ഒക്കെ അടങ്ങിയ നെക്സസ് ഗൂഢസംഘം പൈസ മേടിക്കാറുണ്ട്. പാസ്സാകാൻ ഇൻറ്റേൺഷിപ്പ് തീർത്തു കൊടുക്കാൻ ഒക്കെ പണം വാങ്ങിക്കാറുണ്ട്. അങ്ങനെ ഇൻറ്റേൺഷിപ്പ് തീർന്നില്ല എങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ കിട്ടില്ല ഇവർക്ക്. ഇൻറ്റേൺഷിപ്പ് തീർന്നില്ലെങ്കിൽ അത് കിട്ടാത്തത് കൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് പണം വാങ്ങാറ് ഈ ഗൂഢസംഘം, സന്ദീപ് ഘോഷിൻ്റെ നേതൃത്വത്തിലുള്ളത്. സന്ദീപ് ഘോഷ് ഒരു ഗൂഢസംഘം നടത്തുന്നത് ഇവിടുത്തെ ഇൻറ്റേൺസ്, പിന്നെ ഹൗസ് സ്റ്റാഫ്, ഇവരെയൊക്കെ വെച്ചിട്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാൾക്കൊരു സെക്സ് റാക്കറ്റും ഫാർമ ഡ്രഗ് റാക്കറ്റും, മരുന്നിൻ്റെ, സന്ദീപ് ഘോഷ് സെക്സ് റാക്കറ്റും ഉണ്ട്, മരുന്ന് റാക്കറ്റും ഉണ്ട്. ചെറിയ നിരക്കിൽ മരുന്ന് മേടിച്ചിട്ട് വലിയ വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. കോടികളുടെ ടെൻഡർ ഇയാൾ കൊടുക്കാറുണ്ട്. വേറൊരു സ്ഥലത്ത് ഇയാൾ 2 സുഹൃത്തുക്കൾക്കാണ് ടെൻഡർ കൊടുക്കുന്നതെന്ന് വായിച്ചിരുന്നു. അപ്പോൾ ടെൻഡർ കൊടുക്കാറ് ഫാർമ കമ്പനികളിൽ നിന്ന് സുമൻ ഹസാറ, ബിപ്ലബ് സിൻഹ, ആ 2 പേർക്കാണെന്ന് വായിച്ചിരുന്നു വളരെ വർഷങ്ങളായിട്ട്. ഈ കോടിക്കണക്കിന് ടെൻഡർ കൊടുക്കുന്നു, ഫാർമ കമ്പനികളിൽ നിന്ന് കോഴ കിട്ടുന്നു. എന്നിട്ട് ഇയാൾ ഈ പണത്തിലെ ഒരു പങ്ക് TMCയുടെ പാർട്ടി ഫണ്ടിന് കൊടുക്കുന്നു. അത് മാത്രമല്ല, മറ്റൊന്നുകൂടിയുണ്ട്, വേറൊരു വിവരം വന്നിട്ടുണ്ട്. ഇയാൾ അവിടെ ഈ ഇതുണ്ടല്ലോ ഡെഡ് ബോഡീസ് കെഡാവർ, അതെ, TMCയുമായി ഇയാൾക്ക് അടുപ്പമുണ്ട്, ഉന്നത നേതാക്കളുമായിട്ട് അടുപ്പമുണ്ട്. ഏത് ഇന്റേൺ പാസ്സാകണമെന്ന് ഇയാളാണ് തീരുമാനിക്കുന്നത്, ഏത് തീസിസ് പാസ്സാക്കണമെന്ന് ഇയാളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ തീസിസ് പൂർത്തിയാക്കി PhD ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പണം കൊടുക്കണം. ഈ കുട്ടി നല്ല വിദ്യാർത്ഥിയായിരുന്നു, നന്നായിട്ട് പഠിച്ചിരുന്ന വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ അതിനെ വല്ലാതെ ഭീഷണിപ്പെടുത്തി. തീസിസ് അതിന് പൂർത്തിയാക്കാനായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആ കുട്ടി അതിൽ പ്രതിഷേധിച്ചു. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പുറത്തറിയിക്കും, എക്സ്പോസ് ചെയ്യും എന്ന് ആ കുട്ടി പറഞ്ഞു. 6 മാസം അതുകൊണ്ട് ഈ കുട്ടിയെ വരുതിക്ക് നിർത്താൻ നോക്കിയിരുന്നു, ബുള്ളി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താൻ നോക്കിയിരുന്നു. രാത്രി ഷിഫ്റ്റിലാണ് സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. 36 മണിക്കൂർ നിരന്തരം ജോലിയാണായിരുന്നു. ചെസ്റ്റ് ഡിസീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, പിന്നെ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, PG വിദ്യാർത്ഥികൾ, ഇവരൊക്കെ ഈ കുട്ടിയെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു. ഈ സംഭവം നടന്ന ദിവസം ഓഗസ്റ്റ് 9-ാം തീയതി. അന്ന് ഇത്
മുൻകൂർ ആസൂത്രണം എന്നതായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സീനിയർ ഡോക്ടർമാരെല്ലാം കൂടി ഈ സെമിനാർ ഹാളിലാണ് സാധാരണഗതിയിൽ വിശ്രമിക്കുന്നത് എല്ലാവരും. പക്ഷെ ആ രാത്രി ഈ കുട്ടിയെ ഒറ്റയ്ക്ക് അവിടെ ഉറങ്ങാനായിട്ട് പ്രേരിപ്പിച്ചു. അവരാരും അങ്ങോട്ട് വന്നില്ല. അപ്പോൾ അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവരൊക്കെ അവിടെ നിന്ന് മാറി നിന്നത്. 4 വിദ്യാർത്ഥികളുമായിട്ട് ഈ കുട്ടി അത്താഴം കഴിച്ചു. അതിലൊന്നൊരു പെൺകുട്ടിയായിരുന്നു. ആ 4 പേരിൽ ഒരു ഇന്ത്യൻ, ഒരു പെൺകുട്ടിയായിരുന്നു. ആ കുട്ടി ഇതിൽ ഇൻവോൾവായി എന്നുള്ളത് ഞെട്ടിക്കുന്നു. ആ കുട്ടിക്കും പങ്കുണ്ട്. ആ കുട്ടി ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഈ കൊല്ലപ്പെട്ട കുട്ടിയുമായിട്ട് വഴക്കുണ്ടാക്കി. എന്തൊക്കെയോ 1ഉം 2ഉം പറഞ്ഞ് വഴക്കുണ്ടാക്കി. എന്നിട്ട് ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഈ കുട്ടിയെ ഒറ്റയ്ക്ക് കിടക്കാനായിട്ട് പ്രേരിപ്പിച്ചു. അവിടെ ഒരു വഴക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ചെയ്തത് 7 പേരാണ്. ആ 7 പേരും മദ്യപിച്ച ശേഷം ഈ കുട്ടിയുടെ കൈകൾ പുറകോട്ട് കെട്ടി. അതിനുശേഷം ബലാത്സംഗം ചെയ്തു. അതിൽ ഈ ഇന്ത്യനായ പെൺകുട്ടിയും ഈ 7 പേരെ സഹായിച്ചു. ജരാസന്ധൻ്റെ കാലുകളെന്ന പോലെ കാലുകൾ അകത്തിയിട്ട് പെൽവിക് ബോൺ തകർന്നുപോയി. അരക്കെട്ട് ശരിക്കും തകർന്നുപോയി. അവിടുത്തെ എല്ലും കൂട് തകർന്നുപോയി. കോളർ ബോൺ തകർന്നുപോയി. അത് കഴിഞ്ഞ് ഈ പെൺകുട്ടിയെ കമഴ്ത്തിക്കെട്ടിയിട്ട് ഈ 7 പേരും ആ ജഡത്തിൻ്റെ മുകളിൽ കൂടി ഷൂ ഇട്ട് നടന്നു. തല തകർത്തു, ചവിട്ടി ഷൂ ഇട്ട് തലയോട്ടി തകർത്തു. അത് കഴിഞ്ഞ് ഇവർ താഴേക്ക് ഇറങ്ങി വന്നു സെമിനാർ ഹാളിൽ നിന്ന്, ഈ ബലാത്സംഗികൾ. അപ്പം താഴെ ഈ സഞ്ജയ് റായ് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ 7 അയാളില്ല, മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ വ്യഭിചാരമൊക്കെ സ്ഥിരം നടത്തുന്ന ആളായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ്. ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ആളാണെന്ന് CBI പറയുന്നു. അതെ. അപ്പോൾ എന്നിട്ട് അയാളെ ഇവർ പ്രേരിപ്പിച്ചു. ഇതേ മുകളിൽ നിനക്ക് പറ്റിയൊരു പെണ്ണ് കിടപ്പുണ്ട്, പോയി ബലാത്സംഗം ചെയ്യും. അപ്പോഴേക്ക് കുട്ടി മരിച്ചുപോയി. ഇയാൾ പോയി ജഡത്തിനെ ബലാത്സംഗം ചെയ്തു. ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇയാളുടെ ബീജം അവരുടെ സ്വകാര്യ ഭാഗത്ത് ഉണ്ടാവണം, ഇവനെ പിടിക്കാനായി. അല്ല, ഇവനെ പിടിച്ചാലും ശിക്ഷിക്കപ്പെടത്തില്ല. കാരണം നെക്രോഫീലിയ എന്ന് പറയുന്നത് ഒരു ക്രൈമല്ല. അത് ശവത്തെ അത് റേപ്പായിട്ട് കൂട്ടത്തില്ല. അത് റേപ്പല്ല, ക്രൈമല്ലെന്നല്ല, ചെയ്യുന്നുണ്ട്. അത് ഒരു റേപ്പിനുള്ള ശിക്ഷ കിട്ടത്തില്ല. കാരണം അത് ഒരു മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു, അങ്ങനത്തെ കേസുകളെ അതിനകത്ത് വരത്തുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഈ കുട്ടി പങ്കുവച്ചിരിക്കുന്ന നടന്നതായിട്ടുള്ള വിവരം. അപ്പോൾ ഇത്രയും വിവരങ്ങൾ ഇപ്പോൾ പുറത്തുണ്ട്. ഇനിയിപ്പോൾ മറ്റേ സൈക്കോളജിക്കൽ പ്രൊഫൈലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അയാളെ പോളിഗ്രാഫ് ചെയ്യുന്നുണ്ട്, പ്രിൻസിപ്പളിനെ ബ്രെയിൻ മാപ്പിംഗ് ചെയ്യുന്നുണ്ട്, നാർക്കോ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഈ AIMSൽ നിന്ന് വന്നിട്ടുണ്ട്, ദേശീയ ഫോറൻസിക് ലാബ് ഡൽഹിയിൽ നിന്ന് വന്നവർ ഈ CBI ഉദ്യോഗസ്ഥരുടെ കൂടെ ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു സൈക്കോളജിക്കൽ പ്രൊഫൈൽ അത് കോടതി സ്വീകരിക്കുന്നതാണ് പറയുന്നത്. സാധാരണ CBI അത് അപൂർവമായിട്ടേ ചെയ്യുള്ളൂ. ഈ കേസിൽ ചെയ്യുന്നുണ്ട്. അല്ല, ഈ കേസിൽ ഇതുവരെയുള്ള ലക്ഷണം കണ്ടിട്ട് കൊൽക്കത്ത ഹൈക്കോടതി വളരെ കാര്യമായ ഇടപെടലാണ് നടത്തിയത്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഇത് വന്നത്. ഇപ്പോൾ സുപ്രീം കോടതി സ്വമേധയാ കേസ് ഏറ്റെടുത്തത് രക്ഷിക്കാനാണെന്ന് കരുതാം. അത് പ്രതികളെ ശിക്ഷിക്കാനാണെന്ന് നമുക്ക് കരുതാം. പക്ഷേ അതിനിടയ്ക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും കപിൽ സിബൽ ഒരുക്കുന്നുണ്ട്. എന്തൊക്കെ വന്നാലും ഈ പറയുന്നത് പോലെ ഇതിനകത്ത് കേവലം ഒരു റേപ്പ് കേസല്ല ഇത് ഓർഗനൈസ്ഡ് മർഡറാണ്. അതെ, ഓർഗനൈസ്ഡ് മർഡറാണ്. ആ ആശുപത്രിയിൽ നടക്കുന്ന മാഫിയ പ്രവർത്തനങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു കൊലപാതകമാണ്. ഈ മാഫിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാവുന്ന പണത്തിൻ്റെ ഒരു നല്ല പങ്ക് പോകുന്നത് തൃണമൂൽ കോൺഗ്രസിനാണ്. അതാണ് മമതാ ബാനർജി ആകെ ആരോഗ്യ വകുപ്പ് അവരുടെ കയ്യിലാണ്. അപ്പോൾ ഒരാശുപത്രിയിലെ കാര്യമാണിത്. ഒരു ആശുപത്രിയിൽ നമ്മുടെ കേരളത്തിലുണ്ട് 32ഓളം മെഡിക്കൽ കോളേജുകൾ. അപ്പോൾ ബംഗാളിൽ എത്ര മെഡിക്കൽ കോളേജുകൾ ഉണ്ടാവും? ഇത്രയും മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും കേന്ദ്രീകരിച്ച് നടക്കുന്ന അധാർമികവും മാഫിയ പ്രവർത്തനങ്ങളും വഴി പണമുണ്ടാക്കുന്ന ശവന്തീനികളുടെ പാർട്ടിയാണ് മമതയുടെ പാർട്ടി എന്ന് പറയേണ്ടി വരും.
ശവന്തീനിയായ ഒരു മുഖ്യമന്ത്രിയാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ നീണ്ടു പോകുന്നത്. അത് സന്ദേശ് ഗലിയിൽ അവർ രക്ഷപ്പെട്ടു, അത് രാഷ്ട്രീയ കക്ഷികൾ വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ ജനങ്ങൾ ഇളകിയിരിക്കുകയാണ്. അതാണ് അവിടുത്തെ പൗരന്മാർ മുഴുവൻ, ഈ സാധാരണ വോട്ട് ചെയ്യുന്നവരെല്ലാവരും എതിരാണ്. മമതയ്ക്ക് വേണ്ടി നിൽക്കാനായിട്ട് ഈ കപിൽ സിബലിനെ പോലെ, അത് പിന്നെ കാശ് കിട്ടുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യണം. കോൺഗ്രസ് മിണ്ടിയിട്ടില്ല. കോൺഗ്രസ് മിണ്ടിയില്ല എന്ന് മാത്രമല്ല, ദിസ് ഇസ് എ ഡിസ്ട്രാക്ഷൻ എന്ന് രാഹുൽ ഗാന്ധി ചോദ്യം ചോദിച്ചപ്പോൾ. അതെ, ഇതിലും മാത്രമല്ല, ഇതിലും അത്യാവശ്യമുള്ള കാര്യം എനിക്ക് വേറെ ഉണ്ട്. എനിക്ക് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കശ്മീരിലേക്ക്. അതെ, അത് മാത്രമല്ല, ഒരുപക്ഷെ ഞാനിപ്പോൾ ഖേദിക്കുന്നത് അധീർ രഞ്ജൻ ചൗധരി എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു, അവിടുത്തെ പ്രദേശ് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു സംശയവുമില്ല, അദ്ദേഹം പ്രതികരിക്കുമായിരുന്നു. അദ്ദേഹത്തിനെ പക്ഷേ രാഹുൽ ഗാന്ധിയുടെ മാഫിയ സംഘം ഒതുക്കി ഒരു മൂലയ്ക്കാക്കി. അതെ, ഏതായാലും CBIയിൽ നിന്ന് ഈ കുട്ടിക്ക് നീതി കിട്ടുമെന്ന് നമുക്ക് കരുതാം. അതോടൊപ്പം തന്നെ മമത പേടിച്ചിരിക്കുന്നത് ഈ CBI എന്ത് പറയും എന്നുള്ളതാണ്. CBI സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് ഒന്നും പറയാതിരിക്കുന്നത്. കാരണം ഇങ്ങനെ പല കാര്യങ്ങളും ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. എന്തായാലും 4-5 പേരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ 7 അംഗ സംഘം സന്ദീപ് ഘോഷത്തിലുള്ള പ്രിൻസിപ്പളിനെ ഇതുവരെ CBI വിട്ടിട്ടില്ല. അതിൽ വിട്ടിട്ടില്ല. 4-5 ദിവസമായല്ലോ ചോദ്യം ചെയ്യുന്നു. ഈ പറഞ്ഞ 4-5 ഡോക്ടർമാരുടെ പേര് വേറെയും വന്നിട്ടുണ്ട്. അവരൊക്കെ ആയിരിക്കും 7 അംഗ സംഘം എന്ന് പറയുന്നു. ഏതായാലും നീതി പുലരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.